വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും ഉള്ള വെള്ളം പുറപ്പെട്ടു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ചോദിക്കുന്നു, ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറത്തു വരുമോ? യാക്കോബ് 3:10-12 വാക്യങ്ങൾ. ഇസ്രായേൽ ജനതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരേ സമയം തന്നെ അവർ സ്തോത്രവും ശാപവും പറഞ്ഞിരുന്നു എന്ന് കാണാം. ചെങ്കടൽ വിഭജിച്ച് ഉണിങ്ങ നിലത്തുകൂടി അവരെ എത്തിക്കുകയും ഫറവൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്ത ദൈവത്തിന് അവർ സങ്കീർത്തനം പാടി സ്തുതിച്ചു. പുറപ്പാട് 15:1 വാക്യങ്ങൾ. അതേസമയം മരുഭൂമിയിൽ കൂടിയുള്ള അവരുടെ യാത്രയിൽ ആഹാരമായി മന്നയും കാടപ്പക്ഷിയും നൽകി അനുഗ്രഹിച്ച ദൈവത്തെ യാത്രയിൽ ഉണ്ടായ ദുർഘടങ്ങൾ നിമിത്തം ദുഷിക്കുകയും ചെയ്തു. അവർ പറയുന്നത്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം മന്ന ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. സംഖ്യ 21:5. ദൈവത്തിൽ നിന്ന് ധാരാളമായി നന്മകൾ അനുഭവിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിനെതിരായി പിറുപിറുത്തതുപോലെ നാമും പലപ്പോഴും ദൈവത്തിന് വിരോധമായി പിറുപിറുത്തിട്ടില്ലേ? എന്നാൽ ഓർക്കുക, സന്തോഷാനുഭവങ്ങളിൽ മാത്രമല്ല, കഷ്ടതകളുടെ മധ്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവനും നമ്മെ പരിപാലിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. യഹോവയായ ദൈവം പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. പുറപ്പാട് 3:7 വാക്യം. നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ പിറുപിറുപ്പും കേൾക്കുന്നു എന്നത് മറക്കരുത്. ദൈവം പറയുന്നത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും, ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. സംഖ്യ 14:27. നമ്മുടെ വിചാരവികാരങ്ങളെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. വേദനയാൽ നേർന്ന ഓരോ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്നവനാ നമ്മുടെ ദൈവം. അതുകൊണ്ട് കഷ്ടതകളുടെ മുൻപിൽ പിറുപിറുക്കുകയല്ല വേണ്ടത്. സന്തോഷ സാഹചര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത് പോലെ സങ്കടങ്ങളുടെ അനുഭവങ്ങളിലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടതയാണ് പൗലോസ് അനുഭവിച്ചത്. പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. എഫേസ്യർ 5:20 വാക്യം. സ്തോത്രം അർപ്പിക്കുക എന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാകുന്നു എന്ന പൗലോസ് പറയുന്നത്. വേദനയിൽ ആശ്വാസലേപനമായി തന്നിരിക്കുന്ന സുഗന്ധ തൈലമാണ് സ്തോത്രം പറയുക എന്നത്. പ്രതിസന്ധികളിൽ പാട്ടുപാടിക്കൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സങ്കീർത്തനം 34:1 വാക്യം. എന്തുകൊണ്ട് എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയണം? ഒന്ന്, എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും മാറി നമ്മുടെ ഹൃദയം ദൈവത്തിൽ മാത്രം ഏകാഗ്രമായി തീരും. ഏകാഗ്രമല്ലാത്ത ഹൃദയത്തിലാണ് സാത്താൻ നിരാശയുടെ വിത്തുകൾ വിതയ്ക്കുന്നത്. നിരാശ നമ്മെ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുന്ന അവസ്ഥയിൽ എത്തിക്കും. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത ഹൃദയം അവനിൽ ഏകാഗ്രമായി തീരുമ്പോൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കാം, എൻ്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. സങ്കീർത്തനം 25:15. 2, സ്തോത്ര അർപ്പണം ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാകുന്നു എന്ന വിശ്വാസം അപ്പോൾ നമ്മിൽ സ്തോത്രം പറയുമ്പോൾ വർദ്ധിക്കും. 3, സ്തോത്ര അർപ്പണത്തിൽ കൂടി എല്ലാറ്റിൻ്റെയും മഹത്വം ദൈവത്തിന് ലഭിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത്,
സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന 50:23. സങ്കീർത്തനം 24:8 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കാം. എഫേസ്യർ 5:20, കൊലോസ്യർ 3:17. അങ്ങനെ വരുമ്പോൾ പ്രതികൂലങ്ങൾ നമ്മെ തകർക്കില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ എപ്പോഴും നാം സുരക്ഷിതരായിരിക്കും. കർത്താവെ, സന്തോഷത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും എല്ലാം സ്തോത്രം അർപ്പിപ്പാനുള്ള വിശ്വാസം എനിക്ക് നൽകണമേ. ആമേൻ.